വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഗെയിൻ ഒരു നോട്ട് ആപ്പാണ്. ബട്ട് ഈ നോട്ട് ആപ്പ് കുറച്ചുകൂടി യുണീക്കാണ്. ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഇതുവരെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്ത നോട്ട് ആപ്പുകളിൽ നിന്ന് വളരെ യുണീക്കായിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ വിഷ്വലി നമുക്ക് നോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചില നോട്ട് ടേക്കിംഗ് ആപ്പുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും. അപ്പം എനിക്ക് ചില സമയത്താണെങ്കിൽ ഒരു നോട്ട് പാഡ് ഒരു പെന്ന് വേണമെന്ന് തോന്നും. ചില സമയത്ത് ഇറ്റ്സ് നോട്ട് റിക്വയർഡ്, ജസ്റ്റ് ടൈപ്പിംഗ് ഈസ് മോർ ദാൻ ഇനഫ്. ഈ ഒരു നോട്ട് ടേക്കിംഗ് ആപ്പിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം വിഷ്വലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്കത് സെറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ തന്നെ അതിനകത്തൊരു നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഉണ്ട്. ബിക്കോസ് ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും വിഷ്വലി ട്രീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം മിലാനോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സമയത്തും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് മിസ്സിങ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് നോഷൻ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ട്രെല്ലോ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷനും നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വിഷ്വലി സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആപ്പാണ് മിലാനോട്ട് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ സ്ക്രീൻ ആൻഡ് വി ക്യാൻ സീ. ഇതാണ് മിലാനോട്ടിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് സൈൻ ഇൻ. സോ മിലാനോട്ട് iOS ആൻഡ് ആൻഡ്രോയിഡ് വേർഷൻ ഉണ്ട്. അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത്, സോ നോർമലി ഉള്ളതുപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് UI ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കുറേ ഐക്കൺസ് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. നോട്ട്സ്, ടു ഡു, ബോർഡ്, കോളം, ഡ്രോ, ഐഡിയാസ്, ട്രാഷ്, തിങ്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വർക്ക് ചെയ്യുന്നത് നോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ് മൈ ഫസ്റ്റ് നോട്ട്. എഗെയിൻ ടെക്സ്റ്റ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ളത് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോട്ട് വേണോ, സ്മോൾ ടെക്സ്റ്റ് വേണോ. സോ ഒരു ആവശ്യത്തിനുള്ള ഒരു നോർമൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഹെഡിങ് സ്റ്റൈലും കാര്യങ്ങളും ഹൈലൈറ്റും എല്ലാം ഇതിലും തന്നെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. പിന്നീട് ബുള്ളറ്റ് പോയിന്റ് വേണോ, അലൈൻ സെൻറ്റർ വേണോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയാണ്, കാർഡ് കളർ മാറ്റണോ, കാർഡിൻ്റെ കളർ മാറ്റണോ, മോളത്തെ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യണോ, സ്ട്രിപ്പിൻ്റെ ഇത് ഐക്കൺസ് ആഡ് ചെയ്യുക. അങ്ങനെ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അത് ഒരു നോർമൽ നോട്ട് സെറ്റപ്പ്. പിന്നീട് ഒരു ടു ഡു സെറ്റപ്പ് ഉണ്ട്. ഇഫ് യു ഡ്രാഗ് ഇറ്റ് ദാറ്റ് വൺ യു ക്യാൻ ആഡ് ടാസ്ക് 1, ടാസ്ക് 2. അതുപോലെ തന്നെ അവിടുത്തെ ഡ്യൂ ഡേറ്റ് ആഡ് ചെയ്യാനും അസൈൻ ടാസ്ക് ചെയ്യാൻ, അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇത്. അതേപോലെ ബോർഡ്. ഈ ബോർഡാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പോകുന്നത് തന്നെ ബോർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ബോർഡിൽ ഇപ്പോൾ നമ്മൾ ന്യൂ വീഡിയോ, നമ്മൾ എന്താണോ ഓർഗനൈസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഈ ബോർഡ് ബേസ്ഡാണ് ചെയ്യുന്നത്. ബോർഡിനുള്ളിൽ മറ്റ് ന്യൂ വൈറ്റ് ബോർഡുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അവരുടെ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്ക്രാച്ച് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെയാണ് നമുക്ക് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കിട്ടാൻ പോകുന്നത് ഈ ന്യൂ വീഡിയോ. അതിലേക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വരാം. അതിനു മുമ്പ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് കോളം. ഈ കോളം എന്ന് പറയുന്നത് നമ്മൾ ട്രെല്ലോയിൽ കാണുന്ന പോലുള്ള ഒരു കോളം ഇതാണ്. ആ കോളത്തിനുള്ളിൽ നമുക്ക് നോട്ട് ഇടാം. നോട്ട്, ബോർഡ്, അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും. പിന്നീട് നമുക്ക് വെറുതെ ഡ്രോ ചെയ്യാണ്, അതായത് ഇത് തമ്മിലൊരു കണക്ഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള അനോട്ടേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് മിലാനോട്ട്. അതുകൂടാതെ ലിങ്ക്, ലൈൻ കമ്പോണൻസ്, കമൻസ്, സ്റ്റിക്കി നോട്ട്സ്, മാപ്പ്, ഇതുപോലുള്ള എക്സ്ട്രാ കമ്പോണൻറ്റ് കൂടെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക്, ഇത് എങ്ങനെ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ ടൂളായിട്ടും നോട്ട് ടേക്കിംഗ് ആയിട്ടും വിഷ്വൽ തിങ്കേഴ്സിന് എടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യമായിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ് എല്ലാം. സോ ഇപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രക്ചർ വേണം. അപ്പോൾ ലൈഫ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുകയാണെന്ന് വെച്ചു, ലൈഫ് അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോജക്റ്റ്. സോ വാട്ട് വി നീഡ് ഈസ് ലൈക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക. മേ ബി ആക്റ്റീവ് പ്രോജക്റ്റ്, future project, archived project. ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്.
നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്ട്രക്ചർ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു എക്സാമ്പിളാണ്. ഇതോടുകൂടി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ ആർക്കൈഡ് പ്രോജക്റ്റിലാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ആക്റ്റീവ് പ്രോജക്റ്റിലാണെങ്കിൽ ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്, ഐ വിൽ ബി ആഡിങ് ഹിയർ, ഐ വിൽ ബി ആഡിങ് my active project. So project എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ വിചാരിച്ചത് എന്താണ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് വിച്ച് വി നീഡ് ടു കൺസിഡർ. ഇറ്റ് ടേക്സ് യുവർ ടൈം ആൻഡ് എനർജി. അതിനെല്ലാം ഞാനൊരു പ്രോജക്റ്റ് ആയിട്ടാണ്. ബട്ട് അഗെയിൻ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ സെറ്റ് ഓഫ് ഡെഡ് ലൈൻ. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. അപ്പോൾ ഇനി ആ പ്രോജക്റ്റിലേക്ക് ഏതാണ് പ്രോജക്റ്റിലേക്ക് നമുക്ക് ഓരോ എന്താണ് ആക്റ്റീവ് പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും. മേ ബി ക്രിയേറ്റ് എ വീഡിയോ, അതൊരു പ്രോജക്റ്റാണ്. മേ ബി എനിക്കൊരു പ്രോജക്റ്റ്, സോ കോൺടാക്ട് വിത്ത് സപ്ലയർ, ജസ്റ്റ് ഒരു ആക്ടിവിറ്റീസ് ഇൻ മൈ ലൈഫ്. സോ ന്യൂ UI ഫോർ ആപ്പ്. സോ ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് ആക്റ്റീവ് പ്രോജക്റ്റ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രെല്ലോ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവ് വീഡിയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്സ് ലൈക്ക് ഒരു എംപ്റ്റി ക്യാൻവാസ് ആണ്. എഗെയിൻ ഇവിടെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ടീം പ്ലാനറാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എം ടി ബോർഡിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് എഗെയിൻ ദ കോൺസെപ്റ്റ് ഈ സെയിം ആണ്. വീഡിയോ ക്രിയേഷൻ ഇൻ്റർഫേസ് റിസർച്ച് ചെയ്യുക, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുക, സ്ക്രിപ്റ്റ് എഴുതുക, അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഷൂട്ട്, പബ്ലിഷ് ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് അത് വിടുന്നത് അതിലേക്കാണ്. അപ്പോൾ അതിനകത്താണെങ്കിൽ എനിക്ക് റിസർച്ച് ആണെങ്കിൽ ഒരു റിസർച്ച് ടോപ്പിക് കിട്ടി. അപ്പോൾ ഞാനാണെങ്കിൽ അത് റിസർച്ച് അബൌട്ട് മിലാനോട്ട്, എൻ്റെ റിസർച്ച് കുറച്ച് ലിങ്കൊക്കെ ഉള്ളത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനൊരു റാൻഡം ലിങ്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് ഇവിടോട്ട്. സോ അതിനെപ്പറ്റി ഒരു ലിങ്ക് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇവിടെ തന്നെ കാണിക്കുക. പിന്നെ ടു ഡു ഉണ്ട് അതിനോട് ചേർത്തിട്ടുള്ള കളക്ട് 5 thumbnails. സോ സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് വേണമെങ്കിൽ ഒരു ബോർഡ് എനിക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് കാണിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഈ ലിങ്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇടുകയാണ്. എന്നിട്ട് ഞാൻ എന്താണ് സോ ദിസ് വേ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം, ഷൂട്ട് എഴുതി വെക്കാം. സോ മൈ ഐഡിയ എന്ന് പറയുന്നത് ഒരു ബോർഡിനുള്ളിൽ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ബോർഡിനുള്ളിൽ കോളം വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാം. അതിനുള്ളിൽ പിന്നെ നമുക്ക് എന്താണ് ഇമേജ് രീതിയിലാണോ, ലിങ്ക് അതിൻ്റെ രീതിയിലാണോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാനാണെങ്കിൽ ഇനി തിരിച്ചാണെങ്കിൽ എൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ you can see that this create project, so already created project, contact with the suppliers ആണെങ്കിൽ ഓക്കെ എന്താണ് ഇവിടെ വരേണ്ടത്, ടു ഡൂസ് ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. ടു ഡൂസ് നമുക്ക് എഴുതാൻ, സ്റ്റേജുകൾ എഴുതാൻ, എങ്ങനെയാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കോളം വൈസ് ആണോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതിൽ യൂസ് ദിസ് ടെംപ്ലേറ്റ്. സോ ടെംപ്ലേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനകത്ത് ഇമേജുകളൊക്കെ പോയി ലിങ്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, ഇൻസ്പിറേഷൻ, ഡിസൈൻ, അബൌട്ട് പ്രോജക്റ്റ്, സെയിം വേ ആണ് ആളുകൾ ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ഒരു ബോർഡിനുള്ളിൽ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് എന്താ പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കിട്ടും. അറ്റ് ദ സെയിം ടൈം നിങ്ങളെന്ന് പറയുന്ന വിഷ്വലി എങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആക്റ്റീവ് പ്രോജക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് just drag to the archived project, it's gone there. അതുപോലെ ചിലപ്പോൾ ഇതിപ്പം ചെയ്യാൻ സമയമില്ല, ക്രിയേറ്റ് വീഡിയോ നാളെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫ്യൂച്ചർ പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, മേ ബി വീക്ക്ലി പ്ലാൻസ് ആകാം, എങ്ങനെയാണോ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇത് വളരെ യുണീക്ക്, എനിക്കെന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ട് തോന്നി ഈ സംഭവങ്ങൾ. ഇതിനകത്തുള്ള ഈ കോളം ആൻഡ് ബോർഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസ് ചെയ്യാനും പറ്റും. അതേസമയത്ത് വി ക്യാൻ സ്റ്റിൽ റിമെയിൻ ആസ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മോർ ക്രിയേറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ ഇമേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ദ ഇമേജ് ഫ്രം പെക്സ് ലാബ്. സോ സം റെഫറൻസിന് വേണ്ടി ഇപ്പം ഞാനാണെങ്കിൽ
പെറ്റിനെ പറ്റിയിട്ടുള്ളൊരു റിസർച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് സെർച്ച് പെറ്റ്, സോ ഐ വിൽ ഗെറ്റ് സം ഇമേജസ്, ഐ ക്യാൻ ഡ്രാഗ് ഇറ്റ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ നിൽക്കുകയും ചെയ്യുക, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ആപ്ലിക്കേഷൻ. പിന്നെ ഇതിനകത്ത് പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒബിയസ്ലി ഫ്രീ പ്ലാനിന് യു ആർ ഓൺ ഫ്രീ പ്ലാനാണ്. ഫ്രീ പ്ലാനിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഫ്രീ പ്ലാനിലാണെങ്കിൽ 100 നോട്ട്സ് വരെ വെക്കാൻ പറ്റും, ഇമേജ് ലിങ്ക്സ് എവറിത്തിങ് ഓൺ 100 ഇൻസ്റ്റൻസേ പറ്റും. 10 ഫയൽ അപ്ലോഡ്സ്, അൺലിമിറ്റഡ് ഷെയർഡ് ബോട്ട്സ് ആണ്. അതേസമയം $10 നമ്മൾ പേ ചെയ്യാണ് പെർ മന്ത്, അൺലിമിറ്റഡ് നോട്ട്സ്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി അതനുസരിച്ച്. ഇപ്പോൾ നോട്ട്സ് ആണെങ്കിലും എല്ലാത്തിലാണെങ്കിലും കുറച്ച് പേയ്മെൻറ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പോകണമെങ്കിൽ പേയ്മെൻറ്റ് പോകാം, ബട്ട് ദിസ് ഈസ് വെരി വണ്ടർഫുൾ ആപ്പ്. എനിവേ, so thank you for the video. We'll come back again for new exciting tools ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. If you like the video, please like and subscribe.